ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ല വരട്ടിയ ചക്കപ്പഴം കൊണ്ടുള്ള കുമ്പിളപ്പമാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കുമ്പിൾ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇപ്പോൾ എടനയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഓരോ നാട്ടിൽ ഇതിന് ഓരോ പേരാണ് പറയുന്നത് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് ഒരു ഫ്രണ്ട് കൊണ്ട് തന്നതാണേ. അപ്പോൾ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഈർക്കിലിയോ വെച്ചിട്ട് നമുക്കിതൊന്നിങ്ങനെ കുത്തിയെടുത്തിട്ട് കുമ്പിൾ പോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് കുമ്പിളപ്പത്തിന് വേണ്ട മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് വരട്ടിയ ചക്കപ്പഴമാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചക്ക വരട്ടി എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുന്നതെന്ന് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പ് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഒരു 1/2 കിലോയോളം ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണം കിട്ടാനാണ്. അതിലേക്ക് ഒരു 1/2 മുറി തേങ്ങ ചെറുതായിട്ട് കൊത്തി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചിരകിയ തേങ്ങ ചേർക്കുന്നുണ്ട് 1 കപ്പ്. ഇതെല്ലാം കൂടെ ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചക്കപ്പഴം നല്ലോണം തണുപ്പ് മാറിയില്ലെങ്കിൽ അത് മിക്സ് ആവാൻ ഇച്ചിരി പാടാണേ. ഇനി ഇതിലേക്ക് നമുക്ക് 1 നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 1/4 കപ്പ് റവ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി ഒട്ടും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. 2-3 തവണയായിട്ട് മൊത്തം 2 കപ്പ് റവയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുമേ. എല്ലാം കൂടെ ആദ്യം തന്നെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ യോജിച്ച് വരാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒട്ടും തന്നെ ചേർക്കുന്നില്ല. ആ ചക്കപ്പഴത്തിൽ കുറച്ച് വെള്ളത്തിൻ്റെ ഇതുണ്ടല്ലോ, അതിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുമ്പിളപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ വരില്ല കേട്ടോ. മാവ് കുഴച്ച് കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലിരിക്കണേ. എന്നിട്ട് വേണം നമുക്കത് ഓരോ കുമ്പിളെടുത്ത് അതിലേക്ക് നിറച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ കുമ്പിളിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമ്മൾ മാവ് വെച്ച് കൊടുക്കണേ. അപ്പച്ചെമ്പിൽ ഇപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുമ്പിളെല്ലാം നമുക്ക് റെഡിയാക്കി എടുത്തിട്ട് അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ചെറിയ തീയിലിരുന്ന് നല്ലോണം ഒന്ന് ആവി വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ കുമ്പിളപ്പം റെഡിയായി വരും. ഇനി നമുക്കിത് തുറന്നു നോക്കാം. നോക്കിക്കേ, നല്ല അടിപൊളി ടേസ്റ്റുള്ള സൂപ്പർ കുമ്പിളപ്പാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്